എല്ലാവരും സംശയമാണ് എന്താണ് ഈ മർമർ എന്നുള്ളത്. ഈ മർമർ എന്ന് പറഞ്ഞാൽ ഒരുവിധം ലാംഗ്വേജിലൊക്കെ അറബിക്കാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ടർക്കിഷിലാണെങ്കിലും ഒക്കെ മാർബിൾ എന്നാണ്. മർമർ എന്ന് പറഞ്ഞാൽ മാർബിളാണ്. ഞങ്ങളുടെ ഫാമിലി 1948 നമ്മുടെ ഉമ്മാൻ്റെ ഒപ്പം തുടങ്ങി അതിന് ഓട് കമ്പനി. ഫാദറിൻ്റെ ഫാദറാണ് മരത്തിൻ്റെ ബിസിനസ്. ഇവിടെ 2 ഫാമിലി ഉള്ളായിരുന്നു. ഉമ്മാൻ്റെ ഫാമിലിയും ഉപ്പാൻ്റെ ഫാമിലിയാണ് ഈ ഫറോക്കിലുണ്ടായിരുന്ന 2 ഫാമിലികൾ തമ്മിൽ അങ്ങോട്ട് മാരേജ് ചെയ്തിട്ട് വന്നതാണ്. അപ്പം പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഇതിലെത്തിയപ്പോൾ ഫാദർ അതിൻ്റെ ആദ്യം കോഹിനൂർ എന്നായിരുന്നു പേര്. പിന്നെ ഫാദറിൻ്റെ ഇതിലെത്തിയപ്പോൾ ഫാദർ അത് സ്വദേശി എന്നുള്ള പേരിലിട്ടു. പിന്നെ ഞങ്ങൾ പമ്പ്, പെട്രോൾ പമ്പ്, ബസ്, പിന്നെ എസ്റ്റേറ്റ്, പിന്നെ ഗ്രനൈറ്റ്, പല ബിസിനസ്സുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്വദേശി എന്നുള്ള പേരിലായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് എത്തിയപ്പം ഞാൻ ഇമ്പോർട്ട് മാർബിൾ ഇറക്കാൻ തുടങ്ങിയപ്പോൾ ഇമ്പോർട്ട് മാർബിൾ ഒരിക്കലും സ്വദേശി എന്നുള്ള വേർഡ് ഒരിക്കലും മാച്ച് ആവില്ല. കാരണം പുറമെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന് എങ്ങനെ സ്വദേശി ഇടുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ വന്നൊരു വേർഡാണ് മർമർ ഇറ്റാലിയൻ. മർമർ എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും മാർബിൾ എന്നാണ്. ഹിന്ദിയിലാണെങ്കിലും അറബിക്കിലാണെങ്കിലും ടർക്കിഷിലാണെങ്കിലും എല്ലാം മർമർ എന്നുള്ള വേർഡിന് മാർബിൾ എന്നാണ്. അപ്പോൾ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലം ഇറ്റലിയിൽ നിന്നായപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ മർമർ ഇറ്റാലിയ ഇടാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്രകളിൽ ഇങ്ങനെ വെറുതെ കുറേ സമയം ഫ്ലൈറ്റിലിരിക്കുമല്ലോ. അങ്ങനെ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ കയറി വന്നൊരു പേരാണ് മർമർ ഇറ്റാലിയ.